ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ഥാനാർത്ഥിക്കെതിരായി വളരെ മോശകരമായ ഒരു സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മുകളിൽ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയാകാനായിട്ട് ശ്രമിച്ചിട്ടാണ് അവസാനം പുറത്താകുന്നത്. ജ്യോതികുമാർ ചാമക്കാല, ആരാധകരുടെ അമ്പുക്കയുടെ വെല്ലുവിളി കാലം കഴിഞ്ഞോ? ഇപ്പോൾ അമ്പുക്കയുടെ വിലാപകാലമാണോ? വിനു, ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ നിലമ്പൂരിൽ ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത് തന്നെ ശ്രീ PV അൻവർ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി പിണങ്ങി പിണറായിസം അവസാനിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നു. അദ്ദേഹം അതുവരെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞിരുന്നത് എൻ്റെ പിതൃതുല്യനാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഏറ്റവും അവസാനം അവർ തമ്മിൽ തല്ലിപ്പിരിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് വന്നു. സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF-നെ സംബന്ധിച്ച് പിണറായി വിജയനെ അല്ലെങ്കിൽ LDF-നെ പരാജയപ്പെടുത്തുക എന്നത് തന്നെയാണ് മുഖ്യ ലക്ഷ്യം എന്നുള്ളതുകൊണ്ട് തന്നെ UDF മറ്റ് തെരഞ്ഞെടുപ്പുകൾ സ്വീകരിച്ച അതേ നിലപാട് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു. ഇവിടെ LDF-ൽ നിന്ന് പിണങ്ങി ആദ്യം DMK-യും പിന്നീട് തൃണമൂൽ കോൺഗ്രസും ഒക്കെ ഉള്ള പാർട്ടികളിൽ ചേർന്ന ശ്രീ PV അൻവറും കൂട്ടരും UDF-ൽ ഘടകകക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകി. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിലും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞത്, ശ്രീ PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞങ്ങൾ 2 ദിവസത്തിനകം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തും. ചില കൂടിയാലോചനകൾ കൂടി ബാക്കിയുണ്ട്. ആ കൂടിയാലോചനകൾ പൂർത്തിയായിക്കൊണ്ട് 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ UDF പ്രവേശവുമായി ബന്ധപ്പെട്ട തീരുമാനം ഞാൻ പ്രഖ്യാപിക്കും എന്ന് എന്നെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി സൂചിപ്പിച്ചു. അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ മൈക്ക് നേരെ മാറ്റുന്നത് ശ്രീ PV അൻവറിലേക്കാണ്. ശ്രീ PV അൻവർ തലേ ദിവസം, അതായത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് തലേ ദിവസം അദ്ദേഹം പറഞ്ഞത്, പിണറായിസം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്, UDF തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും ഞാൻ ഉൾക്കൊള്ളും എന്ന് പറഞ്ഞ ശ്രീ PV അൻവർ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ഥാനാർത്ഥിക്കെതിരായി വളരെ മോശകരമായ ഒരു സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ശ്രീ VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞ UDF-ലെ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അവിടെ ക്യാൻസലാവും. സ്വാഭാവികമായിട്ടും അതിന്മേൽ UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. UDF കോൺഗ്രസിന്റെ സീറ്റാണെന്നറിയാം. UDF കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. കോൺഗ്രസ് ആ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. UDF നേതാക്കന്മാരെ കൂടിയാലോചിച്ചു. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തന്നെ ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയാൽ പിന്നെ അതിന്റെ പേരിൽ അപ്പോഴേ UDF-ൽ ചേർക്കണമെന്നാണോ വിനു ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായും എനിക്കൊരു ഉദ്ദേശമില്ല, അദ്ദേഹത്തെ പടക്കി വിടണമെന്നോ എതിരായിട്ടുള്ള ഒരു എന്റെ ഉദ്ദേശമല്ലാതെ ഞാനിത് അമ്പുക്കയുടെ വിലാപകാലമാണോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞു വന്നേ. ഞങ്ങളെ സംബന്ധിച്ച് പിണറായി വിജയനെതിരായി, ഇടതുപക്ഷ സർക്കാരിനെതിരായി ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റിന് പോകുമ്പോൾ എല്ലാവരും യോജിച്ചു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് PV അൻവർ ഉൾപ്പെടെയുള്ളവർ യോജിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു, PV അൻവറിന്റെ UDF പ്രവേശവുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനുള്ളിൽ എന്നെ ചുമതലപ്പെടുത്തിയ അനുസരിച്ച് ഞാൻ പ്രഖ്യാപനം നടത്താം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷവും ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം UDF-ന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കട്ടെ എന്ന് UDF-ന്റെ നേതാക്കന്മാർ തീരുമാനിച്ചത്. ആ തീരുമാനം ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, KPC പ്രസിഡന്റ് ഉൾപ്പെടെ, വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ആ തീരുമാനത്തെ എൻഡോസ് ചെയ്യുന്നുണ്ട്. ആ തീരുമാനം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി തീരുമാനം ഇല്ല, അല്ലെങ്കിൽ അൻവറിനെ UDF-ന്റെ ഭാഗമാക്കാൻ തൽക്കാലം തയ്യാറല്ല, അതല്ലേ സത്യം? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. PV അൻവർ നിലപാട് അദ്ദേഹം UDF-ലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമാകാൻ അദ്ദേഹം ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം അത് നയം വ്യക്തമാക്കണം. അങ്ങനെ നയം വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായും ഇതിൽ കൂടുതൽ ഞാൻ എന്ത് വ്യക്തമാക്കാനാണ്? ഞാൻ എന്റെ നയം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ദിവസങ്ങളിൽ? അതാണ് പറയുന്നത്. ഇനി എന്ത് വ്യക്തമാക്കാനാണ്? തെരുവിൽ നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അതിനോടൊന്നും പ്രതികരിക്കാൻ ഞാനില്ല. എന്റെ സിമ്പിൾ ചോദ്യം, ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച നിമിഷങ്ങൾക്കുള്ളിൽ മാധ്യമങ്ങളോട് ശ്രീ PV അൻവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അദ്ദേഹം ആ അതാണ് ശ്രീ ജ്യോതികുമാർ, സത്യത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന ഒരാളിൽ ചുറ്റിപ്പറ്റി നിങ്ങൾ നിൽക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു,
നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുന്നതിന് പകരം ആ സ്ഥാനാർത്ഥിയെ പരമാവധി മോശമാക്കുന്നു. ആ വെല്ലുവിളി ഇന്നും തുടരുന്നു. അങ്ങനെയുള്ള ഒരാളിനെ എടുക്കണം, കളയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള UDF നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ നിലവിലുള്ള സർക്കാരിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ആ സർക്കാരിനെ എതിർക്കുന്നവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് പരമാവധി ഞങ്ങൾ ശ്രമിക്കുക തന്നെ ചെയ്യും. നോക്കൂ, ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഒരാള് ഇപ്പുറത്തോട്ട് മാറി നിന്ന് നിങ്ങളെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ, ഞായറാഴ്ച രാവിലെയാണല്ലോ അറിയിപ്പ് വരുന്നത്, തിങ്കളാഴ്ച തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പക്ഷേ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ഒക്കെ നിങ്ങളുടെ നേതാക്കൾ പോലും ഈ അൻവർ എന്ന നാലാംകിട രാഷ്ട്രീയക്കാരുടെ ചുറ്റും നിൽക്കുകയാണ്. നോക്കൂ, ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഇവിടെ പാലക്കാടും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് നടന്നു. ഈ രണ്ട് സ്ഥലത്തേക്കും അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തി. പാലക്കാട് അദ്ദേഹം സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം പാലക്കാട് പിൻവലിച്ചു, ചേലക്കരയിൽ പിൻവലിച്ചില്ല. പക്ഷേ പാലക്കാട് അദ്ദേഹം പിൻവലിച്ചതുകൊണ്ടോ പിൻവലിക്കാതിരുന്നതുകൊണ്ടോ ഞങ്ങളുടെ തോൽവിയെ വിജയത്തെ ബാധിച്ചിട്ടില്ല. എന്നാൽ പോലും അവിടെ ആ നല്ല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുന്നതിൽ, അല്ലെങ്കിൽ LDF സർക്കാരിനെതിരായിട്ടുള്ളൊരു വലിയ വിജയം ഉണ്ടാക്കുന്നതിന്റെ കാര്യത്തിൽ ആ സർക്കാരിന്റെ വിരുദ്ധ വോട്ടുകളെല്ലാം ഒരേ പെട്ടിയിലേക്ക് വീഴണം എന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. ശ്രീ ശശിത് പണിക്കർ, അങ്ങനെ അമ്പുക്ക പവനായി ആയോ? ശ്രീ വിനു, LDFിലെ ഒരു സ്വതന്ത്ര MLA മാത്രമായിരുന്ന ശ്രീ അൻവർ അവരുടെ നയങ്ങളെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ട് ഭരണ പോരായ്മ, പോലീസിന്റെ പോരായ്മ, പാർട്ടിയുടെ പോരായ്മ ഇതെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മുകളിൽ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയാകാനായിട്ട് ശ്രമിച്ചിട്ടാണ് അവസാനം പുറത്താകുന്നത്. അപ്പോൾ അദ്ദേഹം UDFിനോടും കോൺഗ്രസിനോടും അതേ തന്ത്രമാണ് പുലർത്തുന്നത്. UDFിലെ കാര്യങ്ങൾ, കോൺഗ്രസിലെ കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് അദ്ദേഹം പുറത്തു നിന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിരുന്നു വന്നവൻ വീട്ടുകാരനാകാൻ ശ്രമിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. KC വേണുഗോപാലിന് നല്ല മലയാളം അറിയില്ല എന്ന് അൻവർ പറയുന്നുണ്ട്. അപ്പോൾ നല്ല മലയാളം അറിയുന്ന അൻവർ ഇത് കേട്ടിട്ടുണ്ടാകും. ഇവിടെ വിരുന്നിന് വന്നിട്ടില്ല, ഞാൻ വിരുന്നിന് വന്നോട്ടെ എന്ന അപേക്ഷ കൊടുത്തിട്ട് അതിന്മേലുള്ള തീരുമാനം കാത്തിരിക്കുന്നയാളാണ് അൻവർ. എന്നിട്ട് ആ അൻവർ ആ വീട്ടുകാരനാകാൻ തന്നെ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ നിലമ്പൂരിൽ കാണുന്നത്. ഇപ്പോൾ അൻവർ ചോദിക്കുന്ന ചോദ്യങ്ങളും അദ്ദേഹം പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ആരാവണം? ആര്യാടൻ ഷൗക്കത്താണോ അതോ VS ജോയി ആണോ കൂടുതൽ യോഗ്യൻ? ആരാണ് കൂടുതൽ ജയസാധ്യതയുള്ളത്? ആരാണ് കൂടുതൽ ഡിസർവിങ്? ഷൗക്കത്ത് മുമ്പ് LDFിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഷൗക്കത്ത് എങ്ങനെ സ്ഥാനാർത്ഥിയായി? എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി? VD സതീശനെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? പറഞ്ഞു പറ്റിച്ച് കുഴിയിൽ ചാടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ഈ വിഷയങ്ങളുടെയൊക്കെ മെറിറ്റ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്, UDF ആണ്. മുന്നണിയിൽ ചേരാനായിട്ട് അൻവർ ഒരു അപേക്ഷ കൊടുത്തിട്ട് അവിടെ കാത്തിരിക്കുമ്പോൾ അതിൽ തീരുമാനമെടുക്കണം. അത് എപ്പോൾ തീരുമാനമെടുക്കണം, എത്ര കാലത്തേക്ക് അത് അനിശ്ചിതമായിട്ട് അത് നീട്ടിക്കൊണ്ടുപോകണം, ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും കോൺഗ്രസ് ആണ്, UDF ആണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവും അവരുടെ ഹൈക്കമാൻഡും തീരുമാനിക്കേണ്ട വിഷയങ്ങളിൽ നേരത്തെ സൂപ്പർ മുഖ്യമന്ത്രി എന്നതുപോലെ ഹൈക്കമാൻഡിന് മുകളിൽ ഒരു സൂപ്പർ ഹൈക്കമാൻഡ് കളിക്കാനാണ് ഇപ്പോൾ അൻവർ ശ്രമിക്കുന്നത്. ഈ ആവശ്യക്കാരന് ഔചിത്യം പാടില്ല എന്നുള്ള ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് എന്ന് അൻവർ ഒരുപക്ഷെ ഇപ്പോൾ മനസ്സിലാക്കണം. അദ്ദേഹം UDFിലേക്ക് പ്രവേശിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊടുത്തിട്ട് അവിടെ കാത്തിരിക്കുകയും അതിൽ തീരുമാനമെടുക്കാതെ കോൺഗ്രസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ കോൺഗ്രസിലേക്ക് അൻവറിനെ ഉടനെ എടുത്തിട്ട്, അല്ലെങ്കിൽ UDFിലേക്ക് അൻവറിനെ സ്വീകരിച്ചിട്ട് കോൺഗ്രസിന് വലിയ അത്യാവശ്യമൊന്നുമില്ല, UDFിന് വലിയ അത്യാവശ്യമില്ല എന്നാണ് അൻവർ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആവശ്യക്കാരൻ കോൺഗ്രസ് അല്ല, UDF അല്ല, മറിച്ച് അൻവറാണ്. കോൺഗ്രസിൻ്റെ തീരുമാനം ഇങ്ങനെ വൈകുന്നതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ, ഞാൻ 4 മാസമായിട്ട് ഇവിടെ പരാതി കൊടുത്തിട്ടിരിക്കുകയാണ്, താഴെ വീഴുന്നവൻ്റെ മുഖത്ത് ചവിട്ടാനായിട്ട് ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രതിഷേധം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്തിനാ? ആവശ്യക്കാരൻ അൻവറാണ്, കോൺഗ്രസ് അല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ആ അപേക്ഷ പിൻവലിച്ചിട്ട് സ്വന്തം കാര്യം നോക്കാനായിട്ട് പോകണം. അപ്പോൾ അതും പറ്റില്ല, ഇതും പറ്റില്ല. കോൺഗ്രസ് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കുന്നില്ല. VD സതീശൻ ഒരുപക്ഷെ കുറച്ചുകൂടി ദൃഢമായിട്ടുള്ള ഒരു തീരുമാനം പറയുന്നു. മറ്റുള്ള ആൾക്കാർ ഒരുപക്ഷെ അൻവറിനോടൊരു മൃദുവായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു. അങ്ങനെ ഫലത്തിൽ UDF ആണ്, ലീഗാണ്, കോൺഗ്രസ് ആണ് അൻവറിന് ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നടത്തിക്കൊണ്ട് ഈ സൂപ്പർ ഹൈക്കമാൻഡ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം സൃഷ്ടിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അൻവറിനെ ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ UDFിൻ്റെ മുന്നിൽ ഒരു ബോർഡ് തൂക്കിയിട്ടാൽ മതി. നമ്മൾ അത്തരത്തിലുള്ള പല ബോർഡുകൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടല്ലോ. അൻവറിന് ഇവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ട് തിരിച്ച് അൻവർ അങ്ങ് പോകണം. പക്ഷെ അത് ചെയ്യാതെ കോൺഗ്രസ് ഇപ്പോൾ ഇങ്ങനെ ടോം ആൻഡ് ജെറി പോലെ ഇങ്ങനെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ അധികം ആൾക്കാർ അദ്ദേഹത്തിന് പ്രതീക്ഷ കൊടുക്കുന്നു. ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഉടനെയൊന്നുമില്ല, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിനോട് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 4 മാസമായിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. KC വേണുഗോപാൽ പറയും കാണും. ഉടനെ KC വേണുഗോപാൽ അത്യാവശ്യമായിട്ട് ഡൽഹിയിലേക്ക് തിരിച്ചു പോകുന്നു. സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഇതിനകത്തൊരു അനൗചിത്യം ഉണ്ട് എങ്കിൽ പോലും
കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തിൽ അൻവറിന്റെ സ്ഥാനം എവിടെയാണെന്ന് അവർ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അൻവറിന് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, നിങ്ങളുടെ സ്വാധീനം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിന് ഇത്ര വില മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിയത് കോൺഗ്രസിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അൻവറിന്റെ ഭീഷണിക്ക് വഴങ്ങാതെ, അദ്ദേഹത്തിന്റെ വെല്ലുവിളിക്ക് വഴങ്ങാതെ ആര്യാടൻ ഷൗക്കത്താണ് ഉചിതനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന് അവർ തീരുമാനിച്ചപ്പോൾ അതിനെ പ്രഖ്യാപിക്കുന്നതിനും അതിന്റെ കൺവെൻഷനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ച ഒരു ആർജവം എന്ന് പറയുന്നത് അൻവറിനെ ആ സമയത്ത് തന്നെ ചെക്ക്മേറ്റ് ചെയ്തതാണ്.